എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC മെയിൻസിനായാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദേശീയ കായിക വിനോദങ്ങൾ. ഓക്കെ, അപ്പോൾ കായികം എന്ന് പറയുന്ന ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കുറേ കായിക വിനോദങ്ങൾ ഉണ്ടല്ലേ, അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചില കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നോക്കുക, നമ്മൾ എന്താണ് ഓരോ രാജ്യവും അതിൻ്റെ ദേശീയ കായിക വിനോദവും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോഡിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ, കോഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സുകൾ യൂസ്ഫുൾ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നമുക്ക് ഇനി ഇതുപോലുള്ള വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണ് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അടുത്ത വീഡിയോ എങ്ങനത്തെ ചെയ്യണം എന്നുള്ള ഒരു ഇതൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കാം, അഫ്ഗാനിസ്ഥാൻ്റെ കായിക വിനോദമാണ് ബുസ്കാഷി. ഓക്കെ, ബുസ്കാഷി ആണ് അഫ്ഗാനിസ്ഥാൻ്റെ കായിക വിനോദം. അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കാം? അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ജസ്റ്റ് അഫ്ഗാനിസ്ഥാൻ, സ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദിയിൽ നമുക്ക് സ്ഥാൻ, സ്ഥലം എന്നാണ് അർത്ഥം അല്ലേ. ഹിന്ദിയിൽ സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യേണ്ടത് അല്ലേ. കാശ് അല്ലേ. നമുക്കൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ബസ്സിൽ യാത്ര ചെയ്താലാണ് നമുക്കൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ ഒരു കണക്ഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ കോഡുകളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ, ചെറിയൊരു ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒരു ക്ലൂ തരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആകുവാണെങ്കിൽ ഇത് വെച്ച് പഠിക്കാം. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ, സ്ഥാൻ എന്ന് പറയുമ്പോൾ സ്ഥലം എന്നുള്ളത് ഓർക്കുക അല്ലേ. ഹിന്ദിയിലെ സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാശ് അല്ലെ, കാശി. അപ്പോൾ കാശ് കൊടുത്തിട്ട് നമ്മൾ ബസ്സിൽ പോയാലാണ് നമുക്കൊരു സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലെ കണക്ഷൻ കിട്ടുമോ? അഫ്ഗാനിസ്ഥാൻ, ബുസ്കാഷി. അടുത്തത് ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റാണ്. ഓക്കെ, ഓസ്ട്രേലിയയുടെ വിനോദം ഏതാണ്? ക്രിക്കറ്റാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിറ്റ്കാറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. കിറ്റ്കാറ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഓസ്ട്രേ ഉണ്ടല്ലേ, സ്ട്രേ. അപ്പോൾ ട്രേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, തട്ടം, പാത്രം അല്ലെ, തളിക എന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ട്രേയിൽ നമ്മൾ ഈ കിറ്റ്കാറ്റൊക്കെ കടയിൽ വെച്ചിട്ടുണ്ടാവുക, ഇങ്ങനെ തട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കിറ്റ്കാറ്റൊക്കെ വെക്കുന്നത് ട്രേയിലാണ് എന്നുള്ള രീതിയിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ, ട്രേയും കിറ്റ്കാറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓസ്ട്രേലിയ ക്രിക്കറ്റ് കിട്ടുമോ? അടുത്തത് നോക്കാം, അമേരിക്കയുടെ ബേസ്ബോൾ ആണ്. ഓക്കെ, ബേസ്ബോൾ ആണ് അമേരിക്കയുടെ. അപ്പോൾ അത് ഓർക്കാനായിട്ട് നമ്മൾ അമേരിക്ക അല്ലേ. അപ്പോൾ ഇവിടെ അമ്മയുണ്ട് അല്ലേ. അമ്മയെ ഓർക്കാലോ. അമ്മയെന്ന് പറയുമ്പോൾ അമ്മേനെ ഓർക്കാം. അമ്മയാണ് നമ്മുടെ ഫാമിലിയുടെ ബേസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഫാമിലിയുടെ ബേസ് എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ബേസ്, നമ്മുടെ ഫാമിലിയുടെ ബേസ് എന്ന് പറയുന്നത് അമ്മയാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അമേരിക്കയുടെ ബേസ്ബോൾ, അമ്മ ബേസ്, അമേരിക്ക ബേസ്ബോൾ കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, ഇന്തോനേഷ്യയുടെ ബാഡ്മിൻ്റൺ ആണ്. ഇന്തോനേഷ്യയുടെ എന്താണ്? ബാഡ്മിൻ്റൺ. അപ്പോൾ ഇവിടെ നേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ദേശീയമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. ദേശീയം കിട്ടുമല്ലോ. ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ ഒരാളെ ബാഡായിട്ട് എന്തെങ്കിലും അല്ലെ, ചീത്തയായിട്ട് എന്തെങ്കിലും പറയുന്നത് അല്ലെ, ബാഡായിട്ട് എന്തെങ്കിലും പറയുന്നത് നമ്മൾ ദേഷ്യം വരുമ്പോഴാണ്. അപ്പോൾ ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ, നമ്മൾ ബാഡായിട്ട് എന്തെങ്കിലും പറയുന്നത് ദേഷ്യം വരുമ്പോഴാണ്. ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റും ഫുട്ബോളും ആണ്. ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റും ഉണ്ട്, ഫുട്ബോളും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കണ്ടേ. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരെ ഓർക്കാമല്ലോ അല്ലേ. ഇംഗ്ലീഷുകാരെ ഓർക്കാം. അപ്പോൾ ഇംഗ്ലീഷുകാരെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഫുഡൊക്കെ കഴിക്കുന്നത് എന്താണ്? നമ്മൾ ചപ്പാത്തിയും ചോറും ഒക്കെയാണ് കഴിക്കുക. പക്ഷേ ഇംഗ്ലീഷുകാർ ഫുഡായിട്ട് കഴിക്കുന്നത് ക്രിക്കറ്റ് എന്നുള്ളത് പോലെ തന്നെ കിറ്റ്കാറ്റ് ഓർക്കാം കേട്ടോ. ഫുഡ് അവർ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് കിറ്റ്കാറ്റൊക്കെ പോലെയുള്ള സ്വീറ്റ്സ് ആണ് കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. അതാണ് കഴിക്കുന്നത് എന്നുള്ളതല്ല, ഒരു ജസ്റ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, രണ്ടും കിട്ടണ്ടേ. അപ്പോൾ ഫുട്ബോൾ എന്നുള്ളൊരു ഫുഡായിട്ട് അവർ കഴിക്കുന്നത് കിറ്റ്കാറ്റ് ആണ്. ആര്? ഇംഗ്ലീഷുകാർ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷുകാർ കഴിക്കുന്ന ഫുഡ് എന്താണ്? കിറ്റ്കാറ്റ് ആണ് എന്നുള്ള രീതിയിൽ ഇംഗ്ലണ്ടിൻ്റെ ക്രിക്കറ്റും ഫുട്ബോളും കിട്ടിയോ? അടുത്തത് നോക്കാം, ചൈനയുടെ കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ്. എന്താണ്?
ടേബിൾ ടെന്നീസാണ്. അപ്പോൾ ചൈന എന്നുള്ളതിൽ നമുക്ക് ചേനയായിട്ടൊരു കണക്ഷൻ കൊടുക്കാം അല്ലേ. ചൈന ചേനയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ചേന നമ്മളറിയാം, നമ്മൾ കറിയൊക്കെ ചേനയൊക്കെ കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ എവിടെയാണ് കൊണ്ടുവയ്ക്കാറ്? ടേബിൾ അല്ലേ. നമ്മൾ ടേബിളിലാണ് ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവയ്ക്കുക അല്ലേ. അപ്പോൾ ചേന ടേബിളിലാണ് കൊണ്ടുവയ്ക്കാറ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഇത്രയും കിട്ടിയോ? ഒന്നുകൂടെ പറയാം. അഫ്ഗാനിസ്ഥാൻ, സ്ഥാൻ എന്ന് പറയുമ്പോൾ ക്യാഷ് കൊടുത്ത് ബസ്സിൽ പോകണം അല്ലേ, നമ്മളൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അത് ഓർക്കുക. ഓസ്ട്രേലിയ ക്രിക്കറ്റ്, ട്രേയിലാണ് കിറ്റ്കാറ്റ് വയ്ക്കുന്നതെന്ന് ഓർക്കുക. അമേരിക്ക ബേസ്ബോൾ, അമ്മ എന്ന് പറയുമ്പോൾ ബേസ് ആണെന്നുള്ളത് ഓർക്കുക. ഇന്തോനേഷ്യ ബാഡ്മിൻ്റൺ, ദേഷ്യം വരുമ്പോൾ ബാഡായിട്ട് നമ്മൾ എന്തെങ്കിലും പറയും. ഇംഗ്ലണ്ട് ക്രിക്കറ്റും ഫുട്ബോളും, അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഫുഡ് എന്ന് പറയുന്നത് കിറ്റ്കാറ്റ് ആണെന്ന് ഓർക്കുക. ചൈന ടേബിൾ ടെന്നീസ്, ചേനയൊക്കെ കറി വെച്ചാൽ നമ്മൾ ടേബിളിൻ്റെ മുകളിലാണ് കൊണ്ടുവയ്ക്കുക എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കിട്ടിയോ? അടുത്തത് നോക്കാം. സ്പെയിൻ. സ്പെയിനിൻ്റെ കായിക വിനോദം കാളപ്പോരാണ്. അപ്പോൾ ഇവിടെ കാളയുണ്ട് അല്ലേ. അപ്പോൾ ആ കാളയുടെ ഒരു കുത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലേ. കാളയുടെ ഒരു കുത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ സ്പെയിനിൻ്റെ കായിക വിനോദം കാളപ്പോര്. കാളയുടെ കുത്ത് കൊണ്ടാൽ നല്ല പെയിൻ ആയിരിക്കും അല്ലേ. കിലുക്കം എന്ന് പറയുന്നൊരു സിനിമയിൽ കാള കുത്തിയിട്ട് രേവതി ഭയങ്കര പെയിൻ ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലേ, ആ ഒരു സീനൊക്കെ ഓർമ്മയില്ല. അപ്പോൾ കാള കുത്തുമ്പോൾ ഭയങ്കര പെയിനാണ് എന്നുള്ളൊരു രീതിയിൽ ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ സ്പെയിൻ കാളപ്പോര് കിട്ടുമല്ലോ അല്ലേ. അടുത്ത നോക്കാം. സ്കോട്ട്ലാൻഡിൻ്റെ റഗ്ബിയാണ്, റഗ്ബി. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് റഗ്ബി എന്ന് പറയുമ്പോൾ നമുക്ക് ബിഗ് ബി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ. ബിഗ് ബി എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടുണ്ട് മമ്മൂട്ടീൻ്റെ. അപ്പോൾ അതിൽ ഭയങ്കര ഒരു കോട്ടൊക്കെ ഇട്ടിട്ടാണ് മമ്മൂക്ക വരിക അല്ലേ. മമ്മൂട്ടി വരുന്നത് എങ്ങനെയാണ്? ഒരു വലിയ കോട്ടൊക്കെ ഇട്ടിട്ടാണ് വരിക. അപ്പോൾ ബിഗ് ബിയിൽ കോട്ടൊക്കെ ഇട്ടിട്ടാണ് മമ്മൂട്ടി വരിക എന്നുള്ള രീതിയിൽ ബിഗ് ബിയും കോട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ശ്രമിക്കുക കേട്ടോ. അതുപോലെ സ്കോട്ട്ലാൻഡ് ന്യൂസിലാൻഡ് രണ്ടിടത്തും ലാൻഡ് ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും റഗ്ബിയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ബിഗ് ബിയിലെ കോട്ടിടുന്ന പോലെ തന്നെ ന്യൂസൊക്കെ വായിക്കുന്നവർ കോട്ടൊക്കെ ഇട്ടിട്ടല്ലേ വായിക്കുക. അപ്പോൾ അതുമായിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ കോട്ടും റഗ്ബി ബിഗ് ബി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കിട്ടുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ശ്രീലങ്ക വോളിബോളാണ്. ശ്രീലങ്കയുടെ വോളിബോളാണ്. അപ്പോൾ വോളിബോളും ശ്രീലങ്കയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രീ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സ്ത്രീ എന്ന് ഓർത്തിരിക്കുക അല്ലേ. ശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പേരല്ലേ. വോളി എന്ന് പറയുമ്പോൾ മോളി എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകളുടെ പേരാണ് എന്നുള്ള രീതിയിൽ ശ്രീലങ്ക വോളിബോളായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ അല്ലേ. സ്ത്രീ മോളി എന്ന് പറയുന്നത് സ്ത്രീയുടെ പേരല്ലേ. അപ്പോൾ ശ്രീലങ്ക വോളിബോളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ബ്രസീൽ ഫുട്ബോളാണ്. ബ്രസീലിൻ്റെ ഏതാണ്? ഫുട്ബോളാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ബ്രസീൽ ഉണ്ട് അല്ലേ, സീൽ. അപ്പോൾ സീൽ എന്നുള്ളതിൽ നിന്ന് നമുക്ക് സ്റ്റീൽ എന്ന് കിട്ടും അല്ലേ, സ്റ്റീൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഫുട്ബോളാണ്, ഫുഡാണ് അല്ലേ. അപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ബ്രസീൽ. ഓക്കെ, അപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് എന്നുള്ള രീതിയിൽ ബ്രസീലിൻ്റെ ഫുട്ബോൾ കിട്ടുമല്ലോ. അടുത്തത് നോക്കാം. ബംഗ്ലാദേശിൻ്റെ കായിക വിനോദം കബഡിയാണ്, കബഡി. അപ്പോൾ ബംഗ്ലാദേശും കബഡിയായിട്ട് ഒരു കണക്ഷൻ കിട്ടണം അല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളൊക്കെ, ഇപ്പോൾ സാധാരണ വീടുകളൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു വീടാണ്. വലിയൊരു ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പോഴോ, ബംഗ്ലാവൊക്കെ ആകുമ്പോഴത്തേനും അവിടെ ഒരു കബഡി കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും അല്ലേ. ബംഗ്ലാവിലൊക്കെ ഒരു കബഡി കളിക്കാനുള്ള അത്ര സ്ഥലം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശ് കബഡിയായിട്ട് ഓർക്കാം. ഇല്ലെങ്കിൽ ബംഗ്ലാവ് അല്ലേ. ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ബംഗ്ലാവിലൊക്കെ താമസിക്കുന്നത് എന്താണ്? നല്ല ബഡാ പാർട്ടികളാണ് അല്ലേ. സാധാരണക്കാരൊന്നും ബംഗ്ലാവിൽ താമസിക്കില്ല. അപ്പോൾ ഇച്ചിരി ബഡാ പാർട്ടികളാണ് ബംഗ്ലാവിൽ താമസിക്കുക എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശും കബഡിയായിട്ട് കണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ഒരു കബഡി കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏതാണോ കിട്ടുന്നത് ആ രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ സ്പെയിൻ കാളപ്പോര്, കാളയുടെ കുത്തിയിട്ടാൽ പെയിൻ ഉണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക. സ്കോട്ട്ലാൻഡ് റഗ്ബി, അപ്പോൾ ബിഗ് ബിയും മമ്മൂട്ടിയുടെ കോട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ന്യൂസിലാൻഡും അതുപോലെ റഗ്ബി ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ശ്രീലങ്ക വോളിബോൾ, അപ്പോൾ മോളി എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീയുടെ പേരാണ് എന്നുള്ള രീതിയിൽ ഓർക്കുക. ബ്രസീൽ ഫുട്ബോൾ, അപ്പോൾ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ബംഗ്ലാദേശ് കബഡി, ബംഗ്ലാവിൽ കബഡി കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഇല്ലെങ്കിൽ ബംഗ്ലാവിൽ താമസിക്കുന്നത് ആരാണ്? ബഡാ പാർട്ടികളാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്തത് നോക്കാം. ക്യൂബയുടേത് ബേസ്ബോൾ ആണ്. ക്യൂബയുടേത് എന്താണ്? ബേസ്ബോൾ ആണ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട്
ക്യൂബ് കണ്ടിട്ടില്ലേ? ക്യൂബ്, റുബിക്സ് ക്യൂബ് നമ്മളിങ്ങനെ ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ ആ ക്യൂബൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു കാര്യം അറിയണം അല്ലെ? എങ്ങോട്ടാണ് ആദ്യം തിരിക്കേണ്ടത്, അങ്ങനെയുള്ളതൊക്കെ അറിയാം. ഏത് കളർ എങ്ങോട്ടാണ് എന്നുള്ളത് ആ ഒരു ബേസ് കിട്ടിയാലാണ് നമുക്ക് ആ ക്യൂബ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വേറെ ഒന്ന് കോഡൊന്നും കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ക്യൂബ എന്ന് പറയുമ്പോൾ ക്യൂബായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ക്യൂബ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. അടുത്തത് ഇറാൻ്റെ ഗുസ്തി അല്ലെങ്കിൽ റെസ്ലിംഗ് ആണ്. ഓക്കെ, ഗുസ്തി അല്ലെങ്കിൽ റെസ്ലിംഗ് എന്ന് പറയും. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഗുസ്തി എന്നുള്ളത് ഇറാനുമായിട്ട് എനിക്ക് വലിയ കണക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ റാൻ എന്ന് പറയുമ്പോഴത്തേനും ഓട്ടം അല്ലേ? റണ്ണുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലേ? ഓട്ടം. അപ്പോൾ ഓട്ടം ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? നമുക്ക് റെസ്റ്റ് വേണം എന്നുള്ളതിൽ നിന്നും റെസ്ലിംഗ് ഓർക്കാം അല്ലേ? ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? കുറേ നേരം ഓടിയാൽ നമുക്ക് റെസ്റ്റ് എടുക്കണം. അപ്പോൾ റെസ്ലിംഗ് എന്നുള്ളത് അതിൽ നിന്നും കിട്ടുമല്ലോ. ഓടിക്കഴിഞ്ഞാൽ റെസ്റ്റ് വേണം എന്നുള്ളതിൽ നിന്നും റെസ്ലിംഗ്. ഇല്ലെങ്കിൽ ഓട്ടവും ഗുസ്തിയൊക്കെ എന്താണ്? ഓട്ടം ഗുസ്തി എന്നൊക്കെ പറയുന്നത് സ്പോർട്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ഓട്ടം ഗുസ്തി. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. റാൻ ഓട്ടം ഗുസ്തി. ഇപ്പോൾ രണ്ട് സ്പോർട്സ് ആണ് എന്നുള്ള രീതിയിൽ ഒരു കണക്ഷൻ കൊടുക്കുക. ഇല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് വേണം, റെസ്ലിംഗുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് റെസ്ലിംഗ് എന്ന് അറിയുന്നവർക്ക് റെസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഗുസ്തി ആണെങ്കിൽ ഓട്ടവും ഗുസ്തിയും സ്പോർട്സ് ഐറ്റംസ് ആണ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് ജപ്പാൻ്റെ സുമോ ഗുസ്തിയാണ്. ഓക്കെ, ജപ്പാൻ്റെ എന്താണ്? സുമോ ഗുസ്തിയാണ്. അപ്പോൾ എനിക്കിവിടെ വലിയ കണക്ഷനൊന്നും കിട്ടിയില്ല. ജപ്പാൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് എന്ത് പറയാം? ജപ്പാൻ്റെ സുമോ ഗുസ്തിയാണ് അല്ലേ? അപ്പോൾ സുമോ എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കൊരു വണ്ടിയാണ് ഓർമ്മ വരിക അല്ലേ? സുമോ. അപ്പോൾ നമുക്ക് ജപ്പാനിലോട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് സുമോ വണ്ടി ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് വലിയ കണക്ഷനൊന്നുമല്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല കോഡും അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സുമോ വണ്ടിയൊക്കെ പിടിച്ചിട്ട് വേണം നമുക്ക് ജപ്പാനിലോട്ട് പോകാൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തത് കാനഡ ഐസ് ഹോക്കിയാണ്. കാനഡയിലെ ഗെയിം എന്താണ്? ഐസ് ഹോക്കിയാണ്. അപ്പോൾ നമുക്കറിയാം കാനഡ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം കാനഡയിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ നമുക്ക് കണ്ടറിയാം. അവർ നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് അല്ലേ? ഭയങ്കര തണുപ്പാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതവിടെ തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഐസുമായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ കാനഡ ഐസ് ഹോക്കി അല്ലേ? കാനഡ ഐസ് ഹോക്കി ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ദെൻ ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ അമ്പെയ്ത്താണ് അവിടുത്തെ കായിക വിനോദം. ഓക്കെ, ഭൂട്ടാനിൽ എന്താണ്? അമ്പെയ്ത്താണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കാനായിട്ട് അമ്പ് അല്ലേ? അമ്പ് എന്ന് പറയുമ്പോൾ അമ്പ് ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരാളെ പൂട്ടണമെങ്കിൽ നമ്മൾ അമ്പ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ ഒരാൾക്ക് പൂട്ടണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പണി കൊടുക്കാൻ നമ്മൾ അമ്പെയ്ത്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പൂട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ പൂട്ടുക, ഒരാൾക്കൊരു പണി കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമ്പാണ്. അമ്പ് ഉപയോഗിച്ചിട്ടാണ് പണി കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറ്റുകയാണെങ്കിൽ ഓർക്കുക. അതുപോലെ റഷ്യയുടെ ചെസ്സാണ്. ഓക്കെ, റഷ്യയുടെ എന്താണ്? ചെസ്സാണ്. അത് ജസ്റ്റ് ഓർക്കാട്ടോ. അതിന് കോഡൊന്നും കിട്ടിയില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ. ദെൻ പാകിസ്ഥാനും ഇന്ത്യയും നമുക്കറിയാം എന്താണ്? ഹോക്കിയാണ് അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ ഹോക്കിയാണ് എന്നുള്ളത് അറിയുന്നതാണ്. അത് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ക്യൂബ ബേസ്ബോൾ. അപ്പോൾ ക്യൂബ് നമുക്ക് ചെയ്യണമെങ്കിൽ ബേസ് അറിയണം എന്നുള്ള രീതിയിൽ ക്യൂബ ബേസ്ബോൾ ഓർത്തിരിക്കുക. ഇറാൻ ഗുസ്തി, ഓടിക്കഴിഞ്ഞാൽ റെസ്റ്റ് വേണം, റെസ്ലിംഗ് എന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഓട്ടവും ഗുസ്തിയും എന്താണ്? സ്പോർട്സ് ഐറ്റംസ് ആണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ജപ്പാൻ സുമോ ഗുസ്തി, അപ്പോൾ സുമോയിൽ പോകുന്ന കാര്യം ഓർത്തിരിക്കുക. കാനഡ ഐസ് ഹോക്കി, കാനഡ എന്ന് പറയുമ്പോൾ തന്നെ തണുപ്പ് ഐസും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഭൂട്ടാൻ അമ്പെയ്ത്ത് അല്ലെ? ഒരാളെ പൂട്ടണമെങ്കിൽ നമ്മൾ അമ്പ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള രീതിയിലൊന്ന് എടുക്കുക. ദെൻ റഷ്യ ചെസ്സ്, പാകിസ്ഥാനും ഇന്ത്യയും എന്താണ്? ഹോക്കിയാണ് ഐറ്റം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ദേശീയ കായിക വിനോദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ചെറിയ കണക്ഷനൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.